തീർച്ചയായിട്ടും നമ്മൾ എവരും പ്രതീക്ഷിച്ചിരുന്നത് ചെറിയ തോതിലുള്ള സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടെങ്കിലും അതൊരു സമാധാനത്തിലേക്ക് പോകും, അതാണ് ഇവർ അന്തിമമായി ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസവും ഈ സമയങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സമാധാനം അകലെയാണ് എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. കാരണം ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഒട്ടനവധി മിസൈലുകളാണ് തൊടുത്ത് വിട്ടത്. അതെല്ലാം നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും ആ യുദ്ധത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഉത്തരമായി ഇറാൻ പറഞ്ഞത് ഹെസ്ബുള്ളയും അതുപോലെ ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളുമൊക്കെ നിരന്തരമായി ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രത്യാക്രമണമായിട്ടാണ് ഇങ്ങനെ ഒരു അക്രമം ഇറാൻ അഴിച്ചുവിട്ടതെന്നും മാത്രവുമല്ല അതിനോട് പ്രതികരിച്ചത് ഇസ്രായേൽ പ്രതികരിച്ചത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ കത്തിക്കുമെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇറാൻ എക്കാലത്തും പറഞ്ഞിരുന്നത് സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഹെസ്ബുള്ളക്കെതിരെയുള്ള അക്രമം ലെബനോണിൽ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു. ലെബനോൺ ഔദ്യോഗിക ഗവൺമെന്റും അപ്രകാരം ഒരു നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇസ്രായേൽ ഒരു ഘട്ടത്തിലും ഹെസ്ബുള്ളക്കെതിരെയുള്ള അക്രമങ്ങൾ നിർത്തിവെച്ചിരുന്നില്ല. അപ്പോൾ അത് തുടരുകയാണ് ചെയ്തത്. അതിന് പ്രത്യാക്രമണമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും ഒരു ധാരണയിലും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എത്തിച്ചേർന്ന ധാരണകൾ പരസ്പരം സ്വീകാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഇറാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സമുദ്ര വ്യാപാരത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്, അതുപോലെ തന്നെ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്, ഇത് രണ്ടും തുടരുകയും കുറച്ചും കൂടെ കടുപ്പിക്കാനാണ് സാധ്യത. ഇപ്പോൾ കുറെയെല്ലാം കപ്പലുകൾ സാധന സാമഗ്രികളുമായി, അത് എണ്ണയാണെങ്കിലും മറ്റു സാധനങ്ങളുമാണല്ലോ അതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കുറച്ചും കൂടെ സങ്കീർണമാകുകയും കുറച്ചും കൂടെ ആക്രമണത്തിന്റെ പരിധിയിൽ വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇറാന്റെ ഡ്രോണുകളെ നശിപ്പിച്ചുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. അപ്പൊ ചുരുക്കത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമോ, അല്ലെങ്കിൽ ഇനിയും ഒരു യുദ്ധത്തിലേക്ക് പോകുമോ, സമാധാന ശ്രമങ്ങൾ എവിടെ എത്തി നിൽക്കും എന്നതിനെ കുറിച്ച് ഒരു രൂപവും തരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ള സംഘർഷാവസ്ഥകളിൽ ഇത്തരം ചെറിയ ചെറിയ അക്രമങ്ങൾ ആണ് സാധാരണ എസ്കലേറ്റ് ചെയ്ത് വ്യാപിച്ച് വലിയ യുദ്ധങ്ങളായിട്ട് മാറുന്നതായി പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്തായാലും ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിനോട് ആക്രമിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അതെത്രമാത്രം ശരിയാണ്, അതെത്രമാത്രം ഇസ്രായേൽ കേൾക്കും എന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇസ്രായേലിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ തീർത്തും മാസീവ് റിട്ടാലിയേഷൻ ആണ് അവരുടെ ഒരു രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും. ലോക സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ യുദ്ധം അകന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കും. ഇന്നലെ തന്നെ ഈ അക്രമത്തിന്റെ ഭാഗമായി ലോകത്തുള്ള മിക്കവാറുമുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെയും നിലവാരം വളരെ കുറയുകയാണ് ചെയ്തത്. വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതായത് മാത്രമല്ല എണ്ണയുടെ വില $3 കൂടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ കാര്യങ്ങൾ സമ്പദ് വ്യവസ്ഥ എന്നുള്ള രീതിയിലും സമാധാന ശ്രമങ്ങൾ എന്നുള്ള രീതിയിലും ജനങ്ങളുടെ സുസ്ഥിരമായ ജീവിതത്തിന് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥയിലുമൊക്കെ വലിയ ആശങ്കയാണ് ഈ അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും വെടിനിർത്തലിനെ മറികടന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും, അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ട അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, ഹെസ്ബുള്ള ഇവരെല്ലാം ചേർന്ന് നടത്തുന്നത് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഗൾഫ് മേഖലയും വീണ്ടും അശാന്തിയിലേക്ക് കടക്കുന്നുവെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം സ്വാഭാവികമായി US-ന്റെ സൈനിക താവളങ്ങളെ അടക്കം ഇറാൻ ഇനിയിപ്പോൾ ആക്രമിക്കില്ലേ? ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ ഇനി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അമേരിക്ക ഇസ്രായേലിനോട് ആക്രമിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് എത്രമാത്രം ഫലവത്തമാകുമെന്ന് നമുക്കറിയില്ല. അപ്പം ഇറാനെതിരെയുള്ള അക്രമങ്ങൾക്ക് ഒരു നിയന്ത്രണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇറാൻ അതിനെ പ്രത്യാക്രമിക്കുക പലപ്പോഴും ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചിട്ടായിരിക്കില്ല. കാരണം അത് കുറേയും കൂടെ ദൂരെയാണല്ലോ. അവർക്ക് ഏറ്റവും എളുപ്പം അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളും സംവിധാനങ്ങളും പരിസര രാജ്യങ്ങളിൽ ഉണ്ടല്ലോ. ഇറാന്റെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ, നമ്മുടെ ഏറ്റവും അധികം ഇന്ത്യക്കാർ വസിക്കുന്ന രാജ്യങ്ങളിൽ അവിടെ ഉണ്ട്. അപ്പോ അത് അത്തരം മേഖലകളെ ആക്രമിക്കുവാനായിരിക്കും
ഇറാൻ ശ്രദ്ധിക്കുക. അതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇന്ത്യക്കാർ ഏകദേശം 10 ലക്ഷത്തിലധികം 11 ലക്ഷത്തിൽ ഒരു ഒട്ടനവധി ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ദൈനംദിന ജീവിതങ്ങളെയും നമ്മുടെ പ്രവാസികൾ തിരിച്ചു വരുന്ന സാഹചര്യം വരെ ഉണ്ടാകാം, അക്രമം വലിയ രീതിയിൽ വ്യാപിച്ചാൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിലേറെ ആശങ്കയാണ്. കാരണം ഈ ആദ്യഘട്ടത്തിൽ യുദ്ധം തുടങ്ങി രൂക്ഷമായപ്പോൾ തന്നെ പലരുടെയും തൊഴിലുകൾ നഷ്ടപ്പെടുകയും ഒട്ടനവധി ആൾക്കാർ തിരിച്ചു വരികയും തിരിച്ചു വന്നവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാൽക്കും. ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും അധികം ഈ യുദ്ധം മൂലം കഷ്ടപ്പെടുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ധന വിലയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളാണെങ്കിലും വ്യാപാരത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും. കാരണം UAE ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ്. മാത്രമല്ല ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയം, പശ്ചിമേഷ്യ, തെക്കേഷ്യ തുടങ്ങിയ പ്രദേശത്തിന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ മാറുന്നു. ലോക രാഷ്ട്രീയത്തിൽ നമ്മൾ പാകിസ്ഥാൻ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള അംഗീകാരം നേടിക്കൊടുത്തത് പശ്ചിമേഷ്യൻ സംഘർഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി തിരിച്ചടികൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമ്മുടെ ജനജീവിതത്തെ സംബന്ധിച്ചാണേലും നമ്മുടെ അവിടെ ഗൾഫിൽ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികമായും രാഷ്ട്രീയമായും ലോകരാഷ്ട്രീയത്തിലെ പല സമവാക്യങ്ങൾ വെച്ച് നോക്കിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്, ബുദ്ധിമുട്ടുകളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.